30 വർഷം നീണ്ട കരിയറിൽ വില്ലനായും സഹനടനായും കൊമേഡിയനായും ഷമ്മി തിലകൻ എന്ന അഭിനേതാവ് നമ്മളെ ഞെട്ടിച്ചു. ബലരാമനും രാജേന്ദ്രനും കവലിക്കൽ കുര്യച്ചനുമെല്ലാം നമ്മൾ കണ്ട് കൈയടിച്ച ഷമ്മി തിലകൻ പ്രകടനങ്ങളിലെ ചിലത് മാത്രമാണ്. ആ ഇടത്തേക്കാണ് വിലായത്ത് ബുദ്ധയിലെ ഭാസ്കരൻ മാസ്റ്റർ കടന്നു വരുന്നത്. ചിത്രം കണ്ടിറങ്ങിയവരാരും സിനിമയിലെ ഷമ്മി തിലകന്റെ പ്രകടനത്തെ മറക്കില്ല. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഈഗോ ക്ലാഷിന്റെ പശ്ചാത്തലത്തിൽ വന്ന വിലായത്ത് ബുദ്ധയിൽ നായകനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന പ്രകടനമാണ് ഷമ്മി തിലകൻ കാഴ്ചവെക്കുന്നത്. വോയിസ് മോഡുലേഷനിൽ തുടങ്ങി അഭിനയത്തിലെ ഓരോ കയറ്റിറക്കങ്ങളെയും വരെ സൂക്ഷ്മതയോടെ ഒപ്പിയെടുക്കുന്ന പ്രകടനം. ചിലയിടങ്ങളിൽ സാക്ഷാൽ തിലകനെ വരെ ഓർമ്മിപ്പിച്ചു എന്ന പ്രേക്ഷകർ പറയുന്നതിൽ ഒരു തെറ്റും പറയാനാകാത്ത പ്രകടനമായിരുന്നു ഷമ്മി തിലകന്റേത്. കരിയറിന്റെ തുടക്കത്തിൽ വില്ലൻ വേഷങ്ങളിൽ തിളങ്ങിയ ഷമ്മി തിലകൻ തനിക്ക് ലഭിച്ച ഓരോ വേഷങ്ങൾ ഗംഭീരമാക്കിയിരുന്നു. സാധാരണ വില്ലൻ വേഷങ്ങൾ എന്നതിനപ്പുറം അവയിലൊരു നടന് പെർഫോം ചെയ്യാനുള്ള സാധ്യതകൾ ഷമ്മി തിലകൻ കണ്ടെത്തി. വില്ലന്റെ ഒപ്പം നടക്കുന്ന ക്രൂരനായ സഹായിയായും നിയമങ്ങളെ കാറ്റിൽ പറത്തി വില്ലന് വേണ്ടി പ്രവർത്തിക്കുന്ന ദുഷ്ടനായ പോലീസ് ഓഫീസറായും നിരവധി സിനിമകളിൽ ഷമ്മി തിലകൻ എത്തി. പ്രജയിലെ ബലരാമനും കസ്തൂരിമാനിലെ രാജേന്ദ്രനും ലയണിലെ കളക്ടർ അളിയനുമെല്ലാം ഷമ്മി തിലകന്റെ എന്നും ഓർക്കുന്ന പ്രകടനങ്ങളാണ്. എന്നാൽ വില്ലനായി മാത്രം ഒതുങ്ങി നിൽക്കാതെ കൊമേഡിയനായും വേഗം ഷമ്മി തിലകൻ ചുവട് മാറ്റി. നേരം, ശൃംഗാരവേലൻ എന്നീ സിനിമകളിലെ SI ഊക്കൻ ടിൻറ്റു എന്ന പോലീസ് ഓഫീസർ ചെറിയ നേരത്തേക്കെങ്കിലും വന്നു ചിരിപ്പിച്ച കഥാപാത്രമായി. പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയിലെ കവലയ്ക്കൽ കുര്യച്ചൻ ചിരിപ്പിച്ചുകൂടി കയ്യടി നേടിയ വില്ലനായിരുന്നു. ഒരു തരം കഥാപാത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഓരോ സിനിമകളിലും ഷമ്മി തിലകൻ വ്യത്യസ്തമായ അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് കയ്യടി നേടി. പാപ്പൻ എന്ന സിനിമയിലെ ഇരുട്ട് ചാക്ക ഒരു ഇടവേളയ്ക്ക് ശേഷം ഷമ്മി തിലകൻ നിന്ന് വന്ന തികച്ചും വ്യത്യസ്തമായ ഷെയ്ഡിലുള്ള ഒരു കഥാപാത്രമായിരുന്നു. പടം കഴിഞ്ഞും പ്രേക്ഷകരെ പിന്തുടരുന്ന ഒരു വേഷം. തുടർന്നെത്തിയ പാൽത്തു ജാൻവറിലെ ഡോക്ടർ സുനിൽ ഐസക് ചിരിപ്പിച്ച് ശ്രദ്ധ നേടി. മൊട്ടയടിച്ചെത്തിയ ലുക്കും ഡയലോഗ് ഡെലിവറിയും കൊണ്ടും വീണ്ടും ഷമ്മി തിലകൻ ഞെട്ടിച്ചു. നിവിൻ പോളി ചിത്രം പടവെട്ടിലെ കുയ്യാലി എന്ന വില്ലൻ ജന്മിത്വത്തിന്റെ എല്ലാ അഹന്തകളും കൈമുതലാക്കിയ ഒരു ഒന്നൊന്നര വില്ലനായിരുന്നു. അങ്ങനെ ഓരോ സിനിമയിലും തന്നെ ആവർത്തിക്കാതിരിക്കാൻ ഷമ്മി തിലകൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. തിലകൻ എന്ന അഭിനയ കുലപതി പലപ്പോഴും ഒരു കമ്പാരിസൺ മീറ്ററായി നിലനിൽക്കുമ്പോഴും അച്ഛനിൽ നിന്ന് വ്യത്യസ്തനായി തനിക്കൊരു മാർക്കുണ്ടാക്കിയെടുക്കാനായിരുന്നു എന്നും ഷമ്മി തിലകൻ ശ്രമിച്ചിരുന്നത്. വിലായത്ത് ബുദ്ധയിലും അത് തന്നെ അദ്ദേഹം ആവർത്തിക്കുന്നു.